ഹലോ ഗായ്സ്, നമ്മുടെ കിളികളാണ് ഇപ്പോഴത്തെ നമ്മുടെ വെറൈറ്റി സാധനങ്ങൾ. കിളികളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചില്ല. അന്ന് ഒരു പ്രാവശ്യം പിയാനോ വായിച്ചു കഴിഞ്ഞാൽ കണ്ട് ഒരു പ്രാവശ്യം കണ്ട് കാണിച്ചതേ ഉള്ളൂ അല്ലയോ. ഇപ്രാവശ്യം നമ്മുടെ കിരുവിക്കുട്ടന്മാരെ എല്ലാവരും കാണാം. ഓക്കെ, നിങ്ങൾ കണ്ടോളൂ. നമ്മുടെ ഒരു ലവ് ബേർഡ് മാത്രം നമുക്ക് വേണ്ടി താഴെ ഇരിക്കുന്നു. പോയി. എൻ്റെ ദൈവമേ, ഇതൊക്കെ ഇച്ചിരി ചിമ്പിരി സാധനങ്ങളാണ്. ഈ കുരുവികളുടെ രാജാവ് പിഞ്ചേഴ്സ്. പക്ഷെ പിഞ്ചേഴ്സിനെല്ലാം നമ്മുടെ മിക്കവാറും അടിച്ച് കൊല്ലുന്ന ചാൻസാ ഇതേ ഉള്ളൂ. ബാക്കി ചത്തുപോയി ഗൈസ്. അതുകൊണ്ട് കണ്ട ഗൈസ്, സൂപ്പർ ലവ് ബേർഡ്സ് ഉണ്ട്, കുരുവികളുണ്ട്. ഇതിനൊക്കെ എന്നും ചെയ്യണം. പക്ഷെ ഇതിൻ്റെ പേരിന് മാത്രം ലവ് ബേർഡ് എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സ്വഭാവം ഇതല്ല. ജസ്റ്റ് ഒന്ന് മുട്ടയിടാൻ കയറിയ കൂട്ടിൽ അത് വെളിയിലോട്ട് പോകാൻ നേരം വേറെ ഏതെങ്കിലും കിളി ജസ്റ്റ് ഒന്ന് കയറിയിരുന്നാൽ ഇതിൻ്റെ സ്വഭാവം പിന്നെ വേറെ ലെവലാണ്. വയലൻ്റ് ആവും. നമ്മുടെ ആളൊരുത്തൻ്റെ കണ്ണെല്ലാം കുത്തി പൊട്ടിച്ച് അതാണ്ട് ഇതിൻ്റെ ഇച്ചിരി മാത്രം കളഞ്ഞിട്ടുണ്ട്. കണ്ണെല്ലാം പൊട്ടിച്ച് വെച്ചേക്കുക. നിങ്ങൾക്ക് ക്യാമറ ചിലപ്പം ക്ലിയറായിട്ട് കാണത്തില്ല. ഇതിനെല്ലാം കണ്ട് ഇതാ പരിപാടി. ചിലപ്പോൾ എല്ലാം ഇതങ്ങ് ലൂസാവും. അതുകൊണ്ട് നമുക്കിത് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബാക്ക് സൈഡിലോട്ട് പോകാം ഗൈസ്. വേണ്ട, നമുക്കാദ്യം കാർ പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ കാർ, ഹ്യുണ്ടായി വെന്യൂ. മ്യൂസിക്കൊന്നും ഇടാൻ വയ്യ. വെയ്യാന നമ്മളൊക്കെ പഴയ ആൾക്കാർ. ഇത് നോക്കിയോളൂ, ഹ്യുണ്ടായിയുടെ വെന്യൂ കാറാണ്. ഇത് ഒരു വീലൊക്കെ ഏകദേശം ഒരു സ്പോട്ടിൻ്റെ വിട്ടിരിക്കും. ഇതിന് ഓരോ ക്ലച്ചുകളും ഉണ്ട്. ഇതിൻ്റെ ക്ലച്ച് ഡ്രൈവ് മോഡുണ്ട്, ന്യൂട്രലുണ്ട്, പാർക്കിംഗ് ഉണ്ട്. അതേപോലെ തന്നെ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. പിന്നെ ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞ് ഒരെണ്ണമുണ്ട്. ആ ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലോ തിരിച്ചാൽ അത് സ്പോർട്സ് മോഡാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോളൂ ഗൈസ്, ഇതാണ് നമ്മുടെ വെന്യൂ. ടൺ 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 വെന്യൂ. ഹ്യുണ്ടായി ടർബോ ലൈറ്റ്. ഓക്കെ, അടുത്ത് നമ്മൾ കണ്ട ഇതാ പരിപാടി. എപ്പം നോക്കിയാലും പണ്ടത്തെ സൈക്കിൾ എടുത്ത് കഴിപ്പിക്കുന്നു. കിടന്നോണ്ട് മക്കളെ, അവിടെ കിടന്നോണ്ട് സുഖമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ചെന്നു. ബൈ. ഇതാണ് നമ്മുടെ എല്ലാ ക്രിസ്മസിനും ഒരുക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇത് നമ്മുടെ മാവാണ്, മാവ്. ഇത് കൊച്ചു മാവാണെങ്കിലേ സാധനം ഭയങ്കരതാണ്. ഈ കൊച്ചു മാവാണെങ്കിലും മാങ്ങയുടെ കാലം അങ്ങോട്ട് എടുത്താൽ മതി. എത്ര മാങ്ങ നമുക്ക് കിട്ടുമെന്നറിയാമോ? പക്ഷെ ഇച്ചിരി കുഞ്ഞതാണെന്നേ ഉള്ളൂ, നല്ല മധുരമാണ്. ഇതൊക്കെ നമ്മുടെ ഇതാണ് പ്രകൃതി, നാച്ചുറലായിട്ടുള്ള പ്രകൃതി. ഇതാണ് നമ്മുടെ വീട്. എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കിണർ എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു പ്രാവശ്യം അങ്ങ് ടെസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചത് ഒരു റോസയാ. കിളുത്തു. ഞാൻ വിചാരിച്ച കിളിക്കത്തില്ല എന്നാണ്, പക്ഷെ കിളുത്ത്. എന്തായാലും കിളുത്തല്ല, അത് മതി. കിളുക്കത്തില്ലെന്ന് വിചാരിച്ചതാ. ഇത് മൊട്ട് മാത്രമായിട്ടിരിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് സുഖം. നമുക്ക് ഒന്നും കൂടെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിച്ച് അച്ഛനെ കാണാൻ പോയാലോ. ഇനി അവിടെ എന്തുമായിരിക്കും സ്വഭാവം? തോണ്ടെ പ്ലാസ്റ്റർ ഒട്ടിച്ചാണെന്ന് പറഞ്ഞിട്ട് ചെറുക്കും കിടന്ന് ഡാൻസും കളിക്കും. വട്ടായി. ഇത്ര വാക്കിംഗ് ഒക്കെ ഇച്ചിരി കൂടുതലായിപ്പോയി. അത് വേറെ കാര്യം. ഇത് നമ്മുടെ അടുത്ത വീട്ടിലുള്ള റോൺശങ്കിൾ, ബോബനങ്കിൾ, ദിയയുടെ വീട്, അപ്പച്ചൻ്റെ മുറി. നമ്മുടെ മീൻകുട്ടന്മാരെ പരിചയപ്പെടാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഈ വെള്ളം ഇത് ഉള്ള കളറ് കണ്ടോ, വെള്ളയും ഓറഞ്ചും. അതിൻ്റെ കണ്ണൊന്ന് നോക്കിയേ, BMW ചിഹ്നം. ഇതാ
സുഖം. ഇത് ചത്താലും ഞങ്ങൾ വീണ്ടും വാങ്ങി ഇതിനെ തന്നെ. അതാണ് ഇതിൻ്റെ രസം. കേട്ടോ ഒരു ലെവലാ. ഇത് കണ്ടോ, ഷാർക്കിൻ്റെ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഷാർക്ക് ഇങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. അത് വേറെ കാര്യം. ഈ കറുത്തതിൻ്റെ കണ്ണ് കണ്ട് ഒരു ബ്ലൈൻഡ് ആയതിൻ്റെ കൂട്ട് കറുപ്പ് ഓറഞ്ച് കണ്ടോ. ഇത് നോക്കി, ഈ കറുപ്പിന് കണ്ണേ കാണത്തില്ലെന്ന് തോന്നുന്നു. വെളുത്തിരിക്കുന്നുണ്ട്. ഇതോ ചെയ്യാനാ. നിങ്ങളെ വല്ലതും ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ആകെ 4 മീനേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് മീനെ വാങ്ങിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല. ഇത് ലൈക്ക് ഇച്ചിരി ആരെങ്കിലുമൊക്കെ സെൻഡ് ചെയ്യുമെങ്കിലും ചെയ്ത് ലൈക്കൊക്കെ ഇടാൻ പറഞ്ഞ് ഇച്ചിരിയെങ്കിലും ലൈക്ക് നമുക്ക് വേണ്ടിയതാണ്. ഇത് നമുക്ക് ഇച്ചിരിയെങ്കിലും ലൈക്ക് വേണ്ടിയതാണ്. എന്നാലേ നമുക്ക് ആകെ 4 മീനേ ഉള്ളൂ. നമുക്ക് ഇച്ചിരിയെങ്കിലും ലൈക്ക് കിട്ടണം. എന്നാലേ നമുക്ക് മീനെ നമുക്ക് വാങ്ങിക്കാനൊക്കത്തുള്ളൂ. ഓക്കെ, നമുക്കൊന്നും കൂടെ അച്ചാനെ കാണാം. മരിച്ചു ചെന്ന് നോക്കിയാലോ. ചത്തില്ല കേട്ടോ, അവനുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലിയോൺ. ഇത് ഞങ്ങളുടെ ലിയോൺ ഡാനിയൽ ബിജു. ഇത് ലിദിയ ഹന്ന ബിജു, ലിയോൺ ഡാനിയൽ ബിജു. ഇത് ഏബൽ ബിജു. ഇത് ഡയറക്ടറായ എയ്ഡൻ ബി.